നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദ വിഷയം അത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിലും നമ്മൾ പ്രധാനമായിട്ടും ചർച്ചയാക്കുന്നത്. മുൻ തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ VN വാസവനാണ് ഇന്ന് എനിക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിലുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ VN വാസവൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം ശ്രീ VN വാസവൻ. ഞാൻ ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞത്തിൻ്റെ തുടക്കം മുതലേ വിവാദങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം വിഴിഞ്ഞം പദ്ധതി വരുന്നു, ഈ വിഴിഞ്ഞത്തേക്ക് ആദ്യത്തെ മദർഷിപ്പ് വരുന്നു, പിന്നീട് വിഴിഞ്ഞത്തേക്ക് വന്ന ഓരോ കാര്യങ്ങളെ നമ്മളൊക്കെ ആഘോഷിച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും വിഴിഞ്ഞം വിവാദങ്ങളുടെ തീരത്താണ്. ആ വിവാദത്തിനുള്ള കാരണം ഈ അദാനി ഗ്രൂപ്പ് അവരുടെ ഓഹരി MSC കമ്പനിക്ക് വിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അദാനി വിൽക്കുന്ന ഓഹരി വാങ്ങുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ്, യൂറോപ്യൻ കമ്പനിയായ MSC ആണ്. അപ്പം അദാനി ഓഹരി വിൽക്കാൻ ശ്രമിച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചു. അക്കാര്യം ശരിയാണ്, കാരണം കഴിഞ്ഞ ദിവസമാണ് അദാനി ഇക്കാര്യങ്ങളൊക്കെ കത്ത് മുഖേന സർക്കാരിനെ അറിയിച്ചത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കോർട്ടിലാണ്. എന്ത് പ്രതീക്ഷിക്കണം ശ്രീ VN വാസവൻ? അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഈ ഓഹരി കൈമാറ്റം 2026 ജൂൺ മാസം 29-ാം തീയതി MOU ഇവിടെ MSCയും അദാനിയും തമ്മിൽ ഒപ്പിട്ടു എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അതുപോലെ സെബിയുടെ മുമ്പിൽ അവർ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒന്നുകിൽ ഭരണപരാജയമാണെന്ന് അംഗീകരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രംഗത്ത് കാപട്യത്തിലേക്കല്ലേ ഒരു അന്തർനാടകം നടന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ഇത് സംബന്ധിച്ച എഗ്രിമെൻറ്റിൽ വ്യക്തമായി പറയുന്നത് അദാനിയും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റിൽ 5(3) ക്ലോസ് കൃത്യമായി പറയുന്നുണ്ട്. ഇതിൻ്റെ ഓഹരികൾ കൈമാറുകയോ പുതിയ വൻകിട നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന സാഹചര്യം വന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം എന്നാണ് 5(3) ക്ലോസിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. കമ്മീഷൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിയുമ്പോൾ അദാനിക്ക് 26-ൽ താഴെ വരുന്ന 26-ഓ അതിൽ താഴെ വരെയോ വരാവുന്ന തരത്തിലുള്ള ഓഹരികൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മുൻകൂട്ടി അനുമതി വാങ്ങണം എന്ന എഗ്രിമെൻ്റ് വളരെ വ്യക്തമായി നിലനിൽക്കെ ആ മുൻകൂട്ടി എഗ്രിമെൻ്റ് വാങ്ങാതെ എങ്ങനെയാണ് ജൂൺ 29-ന് ഇവർ നമ്മൾ MOU ഒപ്പിട്ടു എന്ന വാർത്ത മാധ്യമങ്ങളിൽ കൂടി വരുന്നത്? അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് ഒരു അന്തർനാടകം ഈ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കളിച്ചിരിക്കുന്നു എന്നുള്ളത്. ഏതായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നിടം വരെ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിൽ തന്നെ നമുക്ക് കൃത്യമായി ആ എഗ്രിമെൻറ്റിൽ പറയുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാതെ പോകാൻ കഴിയുമോ? ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി ക്ലിയറൻസ് വാങ്ങിക്കൊണ്ടേ ഓഹരി കൈമാറ്റത്തിലേക്ക് കടക്കാവൂ. 2, ഈ മേഖലയെ സംബന്ധിച്ചോളം പ്രാദേശിക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടേ കാര്യങ്ങൾ ചർച്ച ചെയ്യാവൂ. 3, മത്സരാധിഷ്ഠിത കമ്പോളത്തിലേക്ക് കടന്നു വരുന്ന സാധ്യതകൾ ഇല്ലാതാക്കുന്ന കുത്തകകൾക്ക് കൊടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നു. 4, ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം വളരെ സുരക്ഷിതമായൊരു മേഖലയാണ്. പകൽഗ്രാം പോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഇന്ത്യയിൽ ഉണ്ടാവരുതെന്ന് നാമെല്ലാം ആഗ്രഹിക്കുന്നു. അതിന് വാതായനങ്ങൾ തുറക്കുന്ന അന്തരീക്ഷം ഇവിടെ ഒരുക്കിയെടുക്കാമോ? ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലത്ത് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി അഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട്, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള എംപവേർഡ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കും പഠനങ്ങൾക്കും വിധേയനാക്കിയതിനു ശേഷം VN വാസവൻ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശങ്കകൾക്ക്
അതിപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കത് ശരിയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത് ശരി എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഈ എംപവേർഡ് കമ്മിറ്റി. അങ്ങിപ്പോൾ പറഞ്ഞു തുടങ്ങിയ കാര്യം. കാരണം ഒരു എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഈ കമ്മിറ്റി ഇനിയിപ്പം കത്ത് പരിശോധിക്കും ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇനി വിസിൽ ഡയറക്ടർ, ധന, തുറമുഖ, നിയമ വകുപ്പ് സെക്രട്ടറിമാരോടാകില്ലേ വിശദീകരണം ചോദിക്കുക. അപ്പം ഈ 3 വകുപ്പുകളും ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, മുഖ്യമന്ത്രിയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഫയൽ നീക്കം വരികയാണെങ്കിലും അത് CM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ഒരാളിലേക്ക് തന്നെയല്ലേ വരിക. അദ്ദേഹം തന്നെയാണല്ലോ തുറമുഖ സെക്രട്ടറിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് തരത്തിൽ ചിന്തിക്കുകയാണെങ്കിലും വിഴിഞ്ഞത്തിൽ അദാനിക്ക് ഷെയർ വിൽക്കാമോ എന്നതിൽ അന്തിമ തീരുമാനം വരേണ്ടത് അത് VD സതീശന്റെ മാത്രം നിലപാടായി വരില്ലേ? അതെ, ഇവിടെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ചർച്ച ചെയ്തു പോകുന്നത് നല്ലതാണ്. ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ മംഗലാപുരം യാത്ര സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത് പോയത്. ആരുടെയായിരുന്നു സ്പെഷ്യൽ പ്ലെയിൻ നമ്മൾ കണ്ടു. അവിടെ പോയി കണ്ടത് അദാനിയുടെ ഏറ്റവും സീനിയറായ വൈസ് പ്രസിഡന്റിനെയാണ് കാണുന്നത്. അല്ല, അത് ഈ പ്രതിപക്ഷം പറയുന്നത് ശ്രീ VN വാസവൻ അത് ഒരു മൂകാംബിക യാത്രയായിരുന്നു എന്നും അബദ്ധത്തിൽ കണ്ടതാണെന്നും ഒക്കെയാണ് അത് പ്രതിരോധം. അല്ല, ആ പ്രതിരോധം നിൽക്കുമോ? യഥാർത്ഥത്തിൽ മൂകാംബികയ്ക്ക് എങ്ങനെയാണ് സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത് പോകാൻ എവിടുന്ന് വന്നു ഈ പണം പറയണ്ടേ? ഇങ്ങനെയാണ് അദാനിയുടെ പ്ലെയിൻ വന്നത് എന്ന് പറയണ്ടേ? അപ്പോൾ എത്രയോ സന്ദർഭത്തിൽ മൂകാംബികയ്ക്ക് പോകാൻ അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വാഹനം തന്നെ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിലുണ്ടായിരുന്നു. എന്ത് ചെയ്യും? അത് പ്രയോജനപ്പെടുത്താതെ മംഗലാപുരത്തേക്ക് നേരെ സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വേറെ ആരെയും കണ്ടില്ലല്ലോ. ഈ 2 പേരെ കണ്ടത് നിങ്ങളും ഞാനും കണ്ട ഒരു ചിത്രമില്ലേ? ആ ചിത്രത്തിൽ അദ്ദേഹം നടുക്ക് നിന്ന് മറ്റൊരു 2 പേരും അപ്പുറം നിൽക്കുന്ന രംഗം അത് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ മൂകാംബിക യാത്രയിൽ യഥാർത്ഥത്തിൽ മൂകാംബിക ദേവിയാണോ തൊഴുതത് അതോ അദാനിയെയും കൂട്ടരെയാണോ തൊഴുതതെന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് ആൻസറില്ലാതെ വരികയല്ലേ? അപ്പോൾ ഇപ്പോഴും നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ട് അദ്ദേഹം ഇന്നുവരെ അതിനൊരു വ്യക്തമായ മറുപടി പറഞ്ഞില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അവകാശപ്പെട്ടതും അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ ആ ചോദ്യം ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുകയല്ലേ? ആ യാത്രയും അതിലടങ്ങിയിട്ടുള്ള ദുരൂഹതയും ഈ കച്ചവടവും തമ്മിൽ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ആരെയും തെറ്റു പറയാനില്ല. അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു വാർത്തയിലേക്ക് എത്തില്ല. ഭരണപരാജയമല്ലേ, അംഗീകരിക്കേണ്ടി വരില്ലേ? നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം നമ്മളെല്ലാം ഏറെ പ്രതീക്ഷയോടുകൂടി ഏറ്റവും വലിയ രൂപത്തിലുള്ള വെല്ലുവിളി അഭിമുഖിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തിൻ്റെ 1ാം ഘട്ടം നമ്മൾ പൂർത്തീകരിച്ച് ഏതാണ്ട് 1000-ഓളം ഷിപ്പുകൾ വന്നു പോവുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഈ MSC പോലുള്ള ഏറ്റവും വലിയ കുത്തകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നാളുകളിലുണ്ടാവേണ്ട വികസന യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ വികസന സങ്കല്പങ്ങൾ മത്സരാധിഷ്ഠിത കമ്പോളം തുറന്ന് മുന്നോട്ട് വരേണ്ട സ്ഥാനത്ത് ഒരു കുത്തക മാത്രം വന്ന് കേന്ദ്രീകരിച്ചാലുണ്ടാകുന്ന അപകടവും ആപൽക്കരവുമായ സ്ഥിതിവിശേഷം. അതോടൊപ്പം എല്ലായ്പ്പോഴും നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഓഹരി വാങ്ങാൻ വരുന്നവരുടെ പശ്ചാത്തലം എന്താണ്, അവരുടെ പൂർവ്വചരിത്രം എന്താണ്, അവർക്ക് എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോളം സമഗ്രമായ അന്വേഷണവും പരിശോധനയും നടത്തി മാത്രമേ ഓഹരികൾ കൈമാറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ മുൻകൂട്ടിയുള്ള അനുവാദം എന്ന് സംസ്ഥാന ഗവൺമെൻറ് ക്ലോസ് ചേർത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ചോളം MOU ഒപ്പിടുന്നതിന് മുമ്പേ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ആലോചന നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് അരിയാഹാരം കഴിച്ച് ആരെങ്കിലും വിശ്വസിക്കുമോ? വേറൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം ഈ വ്യാപകമായിട്ട് ഇപ്പോൾ MSC കമ്പനി ഇങ്ങോട്ട് വരുന്നു, അദാനി ഷെയർ വിൽക്കാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു കുത്തക നരേറ്റീവ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു കുത്തക നരേറ്റീവ് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇന്നലെയും വരെയായി 1005 കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ട്. ആ 1005-ൽ 97 MSC കമ്പനിയുടേതാണ്. ഇപ്പം മുന്ദ്ര പോർട്ട് അവിടെ 50-50 ആണ് അദാനി MSC. അതേപോലെ തമിഴ്നാട്ടിലെ എണ്ണൂറിൽ 59-41 ആണ് അവിടുത്തെ ഷെയർ. ഇപ്പം MSC ഇവിടെ വന്നാൽ കുത്തകയായി മാറും എന്ന ആ ഒരു നരേറ്റീവ് അപ്പോൾ ശരിയാണോ? എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും ഒരു വെസൽ ഷെയറിംഗ് എഗ്രിമെന്റ് ഇല്ലേ? അല്ല, അവിടെ നമ്മൾ പറയുന്നത് അവർ ഈ കാര്യത്തിലേക്ക് കുത്തകവൽക്കരണത്തിലേക്ക് വരുമെന്ന് പറയുന്നത് 49% ഷെയറും വാങ്ങി ഇവിടെ കേന്ദ്രീകരിക്കുമ്പോൾ നാളെ ചെറിയ കപ്പൽ കമ്പനികൾക്ക് അവരുടെ ഷിപ്പുമായി വരാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ അപകടം നമുക്ക് ബാധിക്കുക. അവർക്കല്ല, അവരിതിൻ്റെ മൊണോപ്പൊളിയായി മാറും. നമുക്ക് ഈ രംഗത്ത് കിട്ടേണ്ട പുതിയ ആനുകൂല്യങ്ങൾ ലഭ്യമാവാതെ വരും. ചെറിയ ചെറിയ കമ്പനികളുടെ വരവുകൾ നിലയ്ക്കും. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടത്. ഇവിടെ 1006 കപ്പലുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. 97% അവരുടേതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.
അപ്പോൾ ഇവിടെ ഇവർ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തിനുള്ള സവിശേഷത എന്താ? പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യമുള്ളൊരു തുറമുഖമാണ് വിഴിഞ്ഞം. എന്തെന്നാൽ 20 മീറ്റർ ആഴമുണ്ട്, 399.9 മീറ്റർ നീളവും 64.4 മീറ്റർ വീതിയും 17.1 മീറ്റർ ഗ്യാപ്റ്റുമുള്ള MSC ടർക്കിയും ഐറീനയും പോലുള്ള ഷിപ്പുകൾ നേരത്തെ വന്നു പോയപ്പോൾ ഒരു വിഷമവും ഇല്ലയെന്ന് മനസ്സിലാക്കി ഈ ഷിപ്പിംഗ് കമ്പനി MSC. അപ്പോൾ അവരുടെ എല്ലാ ഷിപ്പുകളും വരാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരുമെന്നുള്ളതും നമുക്കൊരു ഡ്രഡ്ജിങ് കൂടാതെ അടിപാറയായതുകൊണ്ട് അതാണ് പ്രകൃതിദത്തമായ സൗകര്യവും സൗന്ദര്യവും എന്ന് ഞാൻ പറഞ്ഞത്. മറ്റ് പോർട്ടുകളിലൊക്കെ വരുമ്പോൾ എപ്പോഴും ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് അടുത്ത ഷിപ്പുകൾക്ക് വരാൻ കഴിയും. ഇവിടെ ഡ്രഡ്ജിങ് വേണ്ട, അടി മുഴുവൻ പാറയാണ്. മാത്രമല്ല നമ്മുടെ തീരത്തോട് ചേർന്ന് ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തുനിന്ന് നമ്മുടെ അന്തർദേശീയ കപ്പൽ ചാനലിലേക്കുള്ള ദൈർഘ്യം. ഇങ്ങനെയുള്ള സൗകര്യവും സൗന്ദര്യവും എല്ലാം ഉള്ളതുകൊണ്ട് അത് വട്ടവിട്ട് പറക്കുക ഒരു വേതാള കഴുകനെ പോലെ വൻകിട കുത്തകൾ ഇതിനു മേലെ. അതിൽ MSC അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളും കണ്ടുപിടിച്ചു. അവർ വളരെ പെട്ടെന്ന് കയറി അദാനിയുമായി ഇപ്പോൾ 49% ഷെയർ വാങ്ങിക്കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ 2746 കോടി രൂപ മാത്രം മുടക്കിയ അദാനിക്ക് ഇപ്പോൾ എത്ര കോടി രൂപയുടെ ലാഭമാണ് വരിക? എത്ര വലിയ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക? അപ്പോൾ ഇത് വിൽക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെൻറ്റിന് വിധേയമായിട്ട് വേണ്ടേ? അതല്ലാതെ ശ്രീ KC വേണുഗോപാൽ ചോദിച്ചൊരു ചോദ്യം കൃത്യമായി നമ്മൾക്കതിനകത്ത് വ്യംഗ്യാർത്ഥത്തിലെടുത്താൽ കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ? കേരളത്തിൽ BJP ഗവൺമെൻറ്റാണോ ഭരിക്കുന്നത് അദാനിയോട് അദ്ദേഹം ചോദിക്കുക. അപ്പോൾ അതിൻ്റെ വ്യംഗ്യാർത്ഥം എന്താ? ആ രൂപത്തിലേക്ക് പോകുന്ന ഒരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഉണ്ട രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു 2 മനയുള്ള ചോദ്യം. അതുപോലെ അങ്ങനെയുള്ള സ്ഥലത്ത് നടന്ന പോലെ ഇവിടെ നടത്താൻ അദാനിക്ക് പറ്റുമോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന രംഗം നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് സംസാരിച്ച പോലെ ഇനി എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും ഇതിൽ നിർണായകമാകുക. വകുപ്പ് ഭരിക്കുന്നതും മറ്റ് കാര്യങ്ങൾ ഉടമസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഫയൽ നീക്കം വന്നാലും ഒക്കെയും അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കും. അപ്പം അങ്ങനെ വന്നു ഇനി ഉടമസ്ഥാവകാശം കൈമാറുകയാണെങ്കിൽ തന്നെ എന്താകും സർക്കാരിന് ചെയ്യാൻ പറ്റുക? ഇവിടെ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് അനുമതി കൊടുക്കാൻ പാടില്ല. അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓഹരി കൈമാറ്റം നിലവിൽ അത് അർത്ഥപൂർണമായി വരൂ. ഇപ്പോൾ സെബിയുടെ അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയാണ് അവർ കൊടുത്തത്. ഒരുപക്ഷെ അംഗീകാരം വാങ്ങിയിരിക്കാം. അത് വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് അനുമതി ഇല്ലെങ്കിൽ വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആർജവമുള്ളൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ അത് തയ്യാറാവണം. ഇതിൻ്റെ പിന്നിൽ അന്തർനാടകമില്ലെങ്കിൽ അത് തയ്യാറാവണം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നാളിതുവരെ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിമാരല്ല തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ മുഖ്യമന്ത്രി മറ്റെല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്ത് ധനവകുപ്പ് ഉൾപ്പെടെ ഏറ്റെടുത്ത കൂട്ടത്തിൽ തുറമുഖ വകുപ്പും പ്രത്യേകമായി ഏറ്റെടുത്തത് എന്തിന് എന്ന കാര്യവും സംശയാസ്പദമല്ലേ? ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അദാനിയെ മുൻകൂട്ടി കണ്ടതും മുൻധാരണ ഉണ്ടാക്കിയെന്നതും MOU അവർക്ക് ഒപ്പിടാൻ അവസരമുണ്ടായതുമൊക്കെ മൗനാനുവാദത്തോടെയോ മുൻകൂട്ടി കണ്ട ധാരണയുടെ അടിസ്ഥാനത്തിലുമാണെന്ന് നമ്മൾ ആക്ഷേപിച്ചാൽ ആരെയും തെറ്റു പറയാനാവില്ല. മറിച്ച് നമ്മളങ്ങനെ സംശയിച്ചാൽ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ കാര്യത്തിലെ അന്തർനാടകം നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം. അത് കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ നിശ്ചയമായും ഈ നീക്കത്തെ ഒരു അന്തർനാടകത്തിൻ്റെ രൂപത്തിൽ തന്നെ കാണുകയാണ്. അത് പരിഹരിക്കണമെങ്കിൽ മുഖ്യമന്ത്രി നിശ്ചയമായും ഒരു കാരണവശാലും ഇപ്പോൾ ഈ MSC കമ്പനിക്ക് ഈ 49% ഓഹരികൾ വിൽക്കാൻ അദാനിക്ക് അനുമതി കൊടുത്തുകൂടാ, അനുമതി നിഷേധിക്കണം. അതാണ് എടുക്കേണ്ട സമീപനം എന്നതാണ് വ്യക്തമായി. അങ്ങ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയാണ്. അപ്പം ആ ഒരു നിലയ്ക്ക് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കണം. ഇപ്പം ഈ ഒരു ഇടപാട് നടത്തണമെങ്കിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദാനിക്ക് സെബിയുടെ അനുമതി വേണം. മനസ്സിലാക്കിയെടുത്തോളം അദാനി ഗ്രൂപ്പ് അത് നേടിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദാനിയെ സംബന്ധിച്ചിടത്തോളം സെബി അനുമതി നേടിയെടുക്കുക അവർക്കൊരു ഹിമാലയൻ ടാസ്കേ അല്ല, അവരത് നേടിയെടുത്ത് കാണണം. ഇപ്പം വിഴിഞ്ഞത്തെ നമുക്കിനി ഒരിക്കലും പൂട്ടിക്കെട്ടി വെക്കാൻ കഴിയില്ല. കാരണം അവിടെ നമ്മുടെ ഒരു അഭിമാന പദ്ധതിയാണ്. കാലങ്ങളായിട്ട് നമ്മൾ ഓരോ കല്ല് പാകി 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 കൊണ്ടുവന്ന നമ്മുടെ ഒരു വമ്പൻ പ്രോജക്റ്റാണ്, നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം. അപ്പം അതിനെ നമുക്കൊരു വിവാദം വന്നു അതിൻ്റെ രീതിയിൽ അതിനെ നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല. ഒരു കുത്തക വന്ന് നമ്മളെ വിഴുങ്ങുമെന്നൊരു നരേറ്റീവ് നിലവിലുണ്ട്. അപ്പം കേരളത്തിന് താല്പര്യം മുൻനിർത്തി ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സുതാര്യമാക്കേണ്ടതല്ലേ ശ്രീ VN വാസവൻ? അതിപ്പം ഈ സർക്കാരിൻ്റെതല്ല, മുൻപത്തെ സർക്കാരിൻ്റെ കാലത്തും ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു സുതാര്യത ഉണ്ടായിട്ടില്ല. ലൈക്ക് മാരിടൈം ബോർഡിന് 50 കോടി കിട്ടേണ്ടതാണ്, അദാനിയുടെ ചുമതല എന്താണ്, ഇതിലൊക്കെയും ഒരു രഹസ്യാത്മക എലമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാകും വകുപ്പ് അക്കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ഈ കുറച്ച് വിമുഖത കാട്ടുന്നത്?
ഇവിടെയാണ് ഞാൻ പറയുന്ന അന്തർനാടകം എന്ന് പറയുന്നത്. ഇവിടെ ഈ നടത്തുന്ന കച്ചവടങ്ങൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ MSC ഇങ്ങനൊരു നീക്കം നടത്താതിരുന്നത്? കൃത്യമായി അവർക്കറിയാം. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച ഘട്ടത്തിൽ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു MSCയുടെ ചെയർമാൻ ഉൾപ്പെടെ. അത് വ്യവസായ വകുപ്പായിരുന്നു, തുറമുഖ വകുപ്പും ചേർന്നാണ് സംഘടിപ്പിച്ചിരുന്നത്. വ്യവസായ വകുപ്പ് ആ കാര്യത്തിൽ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വ്യവസായ പ്രമുഖന്മാരും അതുപോലെ MSCയുടെ ചെയർമാനും അതിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹവുമായി ഞങ്ങളൊക്കെ സംസാരിച്ചതാണ്. അതിൻ്റെ കൺക്ലൂഡിങ് സ്പീച്ചിൽ ഉദ്ഘാടനം ചെയ്തതും ഞാനാണ്. അപ്പോൾ അന്ന് ഈ കാര്യത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭാഷണം നടത്താൻ MSCയുടെ ചെയർമാനോ അധികൃതരാരും തയ്യാറായില്ല. അവരിതെല്ലാം മനസ്സിലാക്കി ഗവൺമെൻറ് പോകാൻ, ഒരുപക്ഷെ ഗവൺമെൻറ് പോകാൻ വേണ്ടിയുള്ള ഇടപെടൽ പോലും അവരിടപെട്ടോ എന്ന് സംശയിക്കേണ്ട രൂപത്തിലല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തിലൊന്നും ഈ കച്ചവടങ്ങൾ നടക്കില്ല എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്താനോ ഇടപെടൽ നടത്താനോ ഒന്നും അവർ തയ്യാറാവാതിരുന്നത്. ഗവൺമെൻറ് മാറി ആ ഘട്ടത്തിൽ തന്നെ കാര്യങ്ങളിലേക്ക് വന്നു. മുൻകൂട്ടി അവർ തയ്യാറാക്കിയ ഒരു തിരക്കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. ഗവൺമെൻറ് മാറ്റാനും അവർ ഇടപെട്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതുവരെയുള്ള നീക്കങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ഇത് നന്നായി ബോധ്യപ്പെടുത്തണം. ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള അന്തർനാടകം ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഗവൺമെൻറ് അത് ബോധ്യപ്പെടുത്തണം. ഒരു കാരണവശാലും ഈ കുത്തകവൽക്കരണത്തിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ പോയിക്കൂടാ. ഇതിന് വൻതോതിലുള്ള വികസന സാധ്യതകളും വൻതോതിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിക്കും അവസരം നൽകുന്ന ഒരു പശ്ചാത്തല വികസന സൗകര്യമാണ് അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞ വാചകം, കേരളം ഇന്ത്യക്ക് നൽകിയ ഈ സംഭാവന ഇന്ത്യയെ ലോകരംഗത്ത് ഉയർത്തിപ്പിടിക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ കേരളം വഴി ഇന്ത്യക്ക് വരെ ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം ലോകപ്രശസ്തി ആർജിച്ച് ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് വന്ന ഒരു പക്ഷേ ലോകത്തെ നമ്പർ 1 തുറമുഖമായി ഭാവിയിൽ 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ എത്തിച്ചേരാൻ കഴിയും. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ MSC മുന്നോട്ട് വന്ന് കാലേകൂട്ടിയും ഷെയറുകളെല്ലാം വാങ്ങിക്കൂട്ടാനുള്ള നീക്കം നടത്തുന്നത്. ഇതിന് ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെൻറ് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് വ്യക്തമായ അഭിപ്രായം. ശ്രീ വി എൻ വാസവൻ, ഒരു കാര്യം കൂടി ചോദിച്ച് ഞാനിപ്പോൾ അങ്ങേ ഫ്രീ ആക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു കൈമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് 2ാം ഘട്ട വികസനത്തെ തടസ്സപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ടോ? നിശ്ചയമായും അത് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വരും. പല രൂപത്തിൽ നമ്മുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വരും. നമ്മുടെ ഒരു പൊതുവീക്ഷണത്തിൽ നിന്ന് വ്യതിചലനത്തിലേക്കാണ് അത് വരിക. 2, 3, 4 ഘട്ടം ഇപ്പം ചെയ്യേണ്ടത് അദാനിയാണ് കരാർ അനുസരിച്ച്. സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇപ്പോൾ മുടക്കിൻ്റെ 61% നേരത്തെ മുടക്കിയിരുന്നത്. തുടർന്നുള്ളത് അദാനിയാണ് മുടക്കേണ്ടത്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ് ഈ കൺസെഷൻ കരാർ പഴയത് പൊളിച്ചെഴുതിയത്. പഴയ കരാറിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്കറിയാം 17 വർഷം കൂടി നമുക്ക് നഷ്ടമാകുമായിരുന്നു. രണ്ടാമത് ഇത് പൊളിച്ചെഴുതിയപ്പോഴാണ് നമുക്ക് 2028 ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്ന പുതിയ കരാറുണ്ടായത്. അപ്പോൾ നമുക്ക് 17 വർഷം ലാഭം കിട്ടുകയും റിട്ടേൺ നമുക്ക് 35 മുതൽ ലഭിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് പുതിയ കരാറുണ്ടായത്. അനുകൂലമായി കിട്ടേണ്ടത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലൂടെയാണ് ഈ നീക്കങ്ങൾ പരിസമാപിക്കുക. അതുകൊണ്ട് അപകടകരമാണ് ഈ പോക്ക്. അതുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നതാണ്. ശരി, വ്യക്തമാണ്. ശ്രീ വി എൻ വാസൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. വിഴിഞ്ഞത്തിൻ്റെ ആശങ്കകളൊക്കെ ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു. ഓക്കെ.